വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിലാപങ്ങൾ 3-ാം അധ്യായം വ്യക്തിപരമായ വിലാപമാണ്. എന്നാൽ ഇതിൽ പ്രത്യാശയുടെയും ക്ഷമയുടെയും പ്രാധാന്യം വിവരിക്കുന്നു. എൻ്റെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടുന്ന് ഇടയാക്കി, എൻ്റെ അസ്ഥികളെ അവിടുന്ന് തകർത്തു. വിലാപങ്ങൾ 3-ാം അധ്യായം 4-ാം തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വിലാപങ്ങൾ 3-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങൾ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. വിലാപങ്ങൾ 3-ാം അധ്യായം 25-ാം തിരുവചനം. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. വിലാപങ്ങൾ 3-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. വിലാപങ്ങൾ 4-ാം അധ്യായത്തിൽ ജെറുസലേമിന്റെ മഹത്വം നഷ്ടപ്പെട്ടതായും കുട്ടികളും പുരോഹിതരും പട്ടിണിയിലായെന്നും വിവരിക്കുന്നു. വിലാപങ്ങൾ അവസാന അധ്യായമായ 5-ാം അധ്യായത്തിൽ ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. ദൈവമേ, ഞങ്ങളെ തിരികെ കൊണ്ടുവരിക, ഞങ്ങളുടെ അവസ്ഥ കാണുക എന്ന് കേണപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. വിലാപങ്ങൾ 5-ാം അധ്യായം 21-ാം തിരുവചനം. വിലാപങ്ങളുടെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.